ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പോസ്റ്റൽ വോട്ട് റീകൗണ്ടിംഗ് പുരോഗമിക്കുകയാണ്. 902 അസാധു വോട്ടുകളാണ് എണ്ണുന്നത്. ഇതിൽ ആദ്യം എണ്ണിയ 100 വോട്ടും അസാധുവാണ്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ഈ റീകൗണ്ടിംഗ് നടത്താനുള്ള ഒരു സാഹചര്യം എന്താണ്? വിശദാംശങ്ങൾ. നിലവിലിപ്പോൾ നമുക്കറിയാം ഏറ്റവും ഉദ്വേഗജനകമായിട്ടുള്ള ഒരു മത്സരം നടന്ന മണ്ഡലമാണ് ആറ്റിങ്ങൽ. ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് ഇത് നടന്നത്. പല സമയങ്ങളിലും ഇത് ലീഡ് മാറുന്നറിയുന്നത് കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ നമുക്കിത് ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന വേളയിൽ എല്ലാ കണക്കുകളും പുറത്തു വരുമ്പോൾ അടൂർ പ്രകാശ് 3,27,621 വോട്ടുകൾ നേടി. ഇടതുമുന്നണി നേടിയിരിക്കുന്നത് 3,26,755 വോട്ടുകളാണ്. ഇന്ത്യയിൽ മുരളീധരൻ നേടിയത് 3,11,064 വോട്ടുകളാണ്. 1,708 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇതിൽ വിജയത്തിലാണ് അടൂർ പ്രകാശ് വിജയിച്ചത്. പിന്നീട് വോട്ടുകൾ കൂട്ടിയ സമയത്ത് 685 ആ ഭൂരിപക്ഷം കുറഞ്ഞു. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ കുറഞ്ഞ ഭൂരിപക്ഷമാണ് അടൂർ പ്രകാശിന് ലഭിച്ചിരിക്കുന്നത്. ഈ 685 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷം അടൂർ പ്രകാശിന് ലഭിച്ചതുകൊണ്ട് തന്നെ ഈ നേരിയ ഭൂരിപക്ഷത്തെ ഈ ഒരു വിജയത്തെ ചോദ്യം ചെയ്യുകയാണ് LDF ഇടതുമുന്നണി ചെയ്തത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പോസ്റ്റൽ വോട്ടുകളിൽ റീകൗണ്ടിംഗ് നടത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ റീകൗണ്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായിട്ടുള്ള ഡിക്ലറേഷൻ ആണ് വരാനുള്ളത്. 902 അസാധു വോട്ടുകളാണ് നിലവിൽ ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തേക്ക് മാരിദാനിയോസ് കോളേജിന് മുന്നിൽ ഈ വോട്ടെണ്ണൽ നടന്ന മാരിദാനിയോസ് കോളേജിന് മുന്നിൽ ഈ കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ നിലവിൽ അസാധു വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ടൊരു ഔദ്യോഗികമായൊരു ഡിക്ലറേഷൻ വരേണ്ടതായിട്ടുണ്ട്.